നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊല്ലിയോട് ബ്രദറൻ സഭ ദൈവകൃപയിൽ ആശ്രയിച്ച് നടത്തുന്ന ഈ തുടർമാനമായ വചന പഠനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്നും നമുക്ക് ഇത്രയും പേർക്ക് കർത്താവിൻ്റെ പാദത്തിൽ കൂടി വരുന്നതിന് ഇടയായതിൽ സന്തോഷിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയും ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന നമ്മുടെ ഇളയ കുഞ്ഞുങ്ങൾ, അതുപോലെ ഇവിടെ വചന കേൾവിക്കായി വന്ന് ചേർന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കൂട്ടുവിശ്വാസികൾ, കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ചില പ്രിയപ്പെട്ടവർ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും സന്തോഷത്തിന് വക നൽകുന്ന വിഷയമാണ്. വളരെ ശക്തമായ മഴയുടെ പ്രതികൂലം ഈ ദിവസങ്ങളിലുണ്ട്. എങ്കിലും മഴയെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും പേർക്ക് കൂടി വരുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ കാണിച്ച സഹകരണത്തിനും ഉത്സാഹത്തിനും കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം എല്ലാവർക്കും ഇതിനകം മനഃപ്പാഠമായി കഴിഞ്ഞു. രക്ഷ, സ്നാനം, വേർപാട്. വളരെ സുപ്രധാനമായ വിഷയമാണ് നമ്മൾ കേൾക്കുന്നത്. ചിലർക്ക് ഇത് ഒരു വിഷയമല്ല എന്ന് തോന്നിയേക്കാം. ഇതിലെന്തിരിക്കുന്നു, ഇതെല്ലാവർക്കും അറിയാവുന്ന വിഷയമല്ലേ എന്നൊക്കെ വളരെ നിസാരവൽക്കരിച്ച് ചിന്തിക്കുന്നവരും കാണുമായിരിക്കും. എന്നാൽ അതിപ്രധാനമായ ചില വിഷയങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിച്ചിരിക്കുന്നത്. അതിൽ രക്ഷ എന്നുള്ള വിഷയം കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. ഞാൻ ഓർപ്പിച്ചതുപോലെ അത് ഒരു പഠനശാഖയാണ്. ഒരു ക്ലാസ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. എങ്കിലും വിഷയത്തോട് ചേർന്ന് അത്യാവശ്യം അറിയേണ്ട ചില ഭാഗങ്ങൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് കേൾക്കാൻ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ആ വിഷയത്തിൽ മേൽ കുറച്ചുകൂടെ ദൃഢതയും പരിജ്ഞാനവും ഉണ്ടാകുവാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാനായിട്ടും കഴിഞ്ഞല്ലോ. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സ്നാനം എന്നുള്ള വിഷയമാണ് കേൾക്കുവാൻ പോകുന്നത്. കർത്താവ് അനുവദിച്ചാൽ നാളെ വേർപാട് എന്നുള്ള വിഷയമാണ്. ഇത് മൂന്നും ഒരു സ്ഥലം സഭ ബന്ധത്തിൽ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ അത്യാവശ്യം ഉണ്ടാകേണ്ട കാര്യമാണ്. രക്ഷ, സ്നാനം, വേർപാട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ ആ ഓർഡറിൽ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ, ആ വാക്ക് കൈക്കൊണ്ടവർ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വിഷയമാണ്, രക്ഷിക്കപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ. 2, അങ്ങനെ ചെയ്തവർ സ്നാനം ഏറ്റു, അഥവാ രക്ഷിക്കപ്പെട്ടവർ സ്നാനം ഏറ്റു. 3-ാമത് അവിടെ പറയുന്നുണ്ട്, അവർ അവരോട് ചേർന്നു വേർപെട്ടു. അതാണ് അതിൻ്റെ ക്രമം. ആ ക്രമത്തിലുള്ള ഈ 3 കാര്യങ്ങളും വളരെ വിശേഷപ്പെട്ട വിഷയം തന്നെയാണ്. അതിൽ സ്നാനത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് നമ്മോട് കേൾപ്പിക്കുന്ന ആലോചനകൾക്കായി നമുക്ക് കാതോർക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആരെങ്കിലും സ്നാനപ്പെടുവാനായിട്ട് ഒരുങ്ങുന്നുണ്ട് എങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുന്നതിന്, ഉറപ്പോടെ മുമ്പോട്ട് പോകുന്നതിന് അത് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വീകരിച്ച രീതിയാണ് ക്ലാസ്സിന് ഇന്നും സ്വീകരിക്കുന്നത്. ചില കുറിപ്പുകളായിട്ട് നമുക്ക് കേൾക്കാം. വേദപുസ്തകത്തിൽ നമ്മൾ ഇന്നലെ രക്ഷയോട് ബന്ധപ്പെട്ട് കേട്ടതാണ്. രക്ഷ എന്ന പദം നമ്മൾ വിചാരിക്കുന്ന വിധത്തിലുള്ള ആശയത്തിൽ മാത്രമല്ല, അല്ലാതെയും അനേക ഇടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സ്നാനം വിവിധ തരത്തിൽപ്പെട്ട സ്നാനം ഉള്ളതായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
കുറഞ്ഞത് 8 തരത്തിൽപ്പെട്ട സ്നാനത്തിൽ 8 സ്നാനങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം ഇപ്പോൾ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. അതിൽ പ്രശസ്തമായ 5 സ്നാനങ്ങളുടെ പേര് ഞാൻ ആദ്യം ഒന്ന് ഓർപ്പിക്കാം. അതിൽ ഒന്നാമത്തെ സ്നാനം പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ സ്നാനമാണ്. എന്തോന്നാണ്? യോഹന്നാൻ്റെ സ്നാനം. ഈ യോഹന്നാൻ്റെ സ്നാനത്തിന് 2 പേരുകളുണ്ട്. 2 പേരുകൾ. ഒന്ന് യോഹന്നാൻ്റെ സ്നാനം എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ആ പേര് പറയുന്നത്? യോഹന്നാൻ നൽകിയ സ്നാനമായതുകൊണ്ട് അതിനെ യോഹന്നാൻ്റെ സ്നാനം എന്ന് പറയുന്നു. രണ്ടാമത്തെ പേര് മാനസാന്തര സ്നാനം. മാനസാന്തരത്തിൻ്റെ അടയാളമായിട്ട് നൽകപ്പെട്ടിരുന്നത് കൊണ്ട് അതിനെ മാനസാന്തര സ്നാനം എന്ന് പറയും. ഇത് രണ്ടും ചേർത്ത് ഒന്നാണ്. അതിനെ നമ്മൾ യോഹന്നാൻ്റെ മാനസാന്തര സ്നാനമെന്ന് വിളിക്കാം. ഇത് വേദപുസ്തകത്തിൽ പ്രധാനമായി നടന്നിരിക്കുന്ന സുവിശേഷങ്ങളിൽ ആരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനമാണ്. അത്രയേ ഇപ്പോൾ പറയുന്നുള്ളൂ. 2, യേശുക്രിസ്തു സ്വീകരിച്ച സ്നാനം. എന്തോന്നാണ്? യേശുക്രിസ്തു സ്വീകരിച്ച സ്നാനം. മത്തായി 3-ാം അധ്യായത്തിൽ അത് നമുക്കറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും അത് പറയുന്നുണ്ട്. യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകൻ്റെ കൈ കീഴിൽ യോർദാൻ നദിയിൽ വെച്ച് എന്ത് ചെയ്തു? സ്നാനം സ്വീകരിച്ചു. അത് യേശുക്രിസ്തു സ്വീകരിച്ച സ്നാനം എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. 3-ാമത്തെ സ്നാനം എന്ന് പറയുന്നത് മത്തായി 3-ന്റെ, അതൊന്ന് വായിച്ച് തന്നെ കേൾക്കാം. മത്തായി 3-ന്റെ 11 നോക്കിക്കേ. മത്തായി 3-ന്റെ 11-ാമത്തെ വാക്യം. അവിടെ 2 പറയുന്നുണ്ട്. അതിൻ്റെ ഓർഡറിൽ പിന്നെ ഒന്ന് പറയാം. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും എന്നാണ്. പരിശുദ്ധാത്മാവിലും എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. ഇതിനെ നമുക്ക് ആത്മസ്നാനം എന്ന് പറയാം. പരിശുദ്ധാത്മസ്നാനം. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ സ്നാനം എന്ന് പ്രത്യേകിച്ച് പഠിക്കുന്നത് പോലെ പരിശുദ്ധാത്മ സ്നാനം എന്നത് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റായിട്ട് വേർതിരിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ ഞാൻ പറയാം, വേദപുസ്തകത്തിൽ സ്നാനത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്നാനമാണ് പരിശുദ്ധാത്മ സ്നാനം. അത് പറഞ്ഞതുകൊണ്ട് 1-2 വാക്കുകൾ കൂട്ടത്തിൽ ചേർത്ത് പറയാം. ഇത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്നാനം. ഈ സ്നാനത്തിലൂടെയാണ് ഒരു വ്യക്തി സാർവത്രിക സഭയുടെ അംഗമായി തീരുന്നത്. അപ്പോൾ ഇത് 2 കാര്യങ്ങളും മനസ്സിലൊന്ന് കുറിച്ചോ, നോട്ടിൽ കുറിക്കുന്നത് പോലെ മനസ്സിലൊന്ന് കുറിച്ചോ. എന്താ? ഈ ആത്മസ്നാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന അദൃശ്യമായ ഒന്നാണ്. ഇനി അതിലൂടെയാണ് ഒരു വ്യക്തി എവിടെ ചേരുന്നത്? സാർവത്രിക സഭയുടെ അംഗമായിട്ട് ചേരുന്നത്. ഈ സംഭവത്തെയാണ് 1 കൊരിന്ത്യർ 12:13 പറഞ്ഞിരിക്കുന്നത്. അതിൽ യഹൂദനെന്നും യവനനെന്നും ദാസനെന്നും സ്വതന്ത്രനെന്നില്ല, നാം എല്ലാവരും എന്താ ഏകാത്മാവിൽ സ്നാനമേറ്റും എന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ടുറപ്പിച്ചൊന്നേ ഉള്ളൂ. അപ്പോൾ അത് പരിശുദ്ധാത്മ സ്നാനം. ഇതാർക്കാണ്? വിശ്വാസികൾക്ക് ഉള്ളതാണ്. അപ്പോൾ പോട്ടെ. അപ്പോൾ 3-ാമത്തെ സ്നാനം ഇതാണ്, ആത്മസ്നാനം. 4-ാമത്തെ സ്നാനവും ഇപ്പോൾ വായിച്ച വാക്യത്തിലാണുള്ളത്. എന്തുവാ? പരിശുദ്ധാത്മാവിലും. അടുത്തൊരു വാക്കുണ്ടല്ലോ, തീയിലും. തീ, അഗ്നിസ്നാനം എന്ന് പറയും. തീ. ഈ അഗ്നിസ്നാനം ആർക്കാണ്? പറയാമോ? അഗ്നിസ്നാനം മക്കളെ ഇങ്ങ് നോക്ക്. അഗ്നിസ്നാനം രക്ഷിക്കപ്പെടാത്തവർക്ക്. ഇനി അത് വിശദീകരിച്ചൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. ഇത്രയും ഓർത്താൽ മതി. രക്ഷിക്കപ്പെടാത്തവർക്ക്. ഇനി ബൈബിളിൻ്റെ ശൈലിയിൽ പറഞ്ഞാൽ പതിരിനാണ് ഈ തീ. ഈ രക്ഷിക്കപ്പെടാത്തവരെന്ന് പറയുമ്പോൾ ദുഷ്ടന്മാർ, അവിശ്വാസികളായ ആളുകൾ. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, ദുഷ്ടന്മാരോ അങ്ങനെയല്ല, പിന്നെ കാറ്റ് വാറ്റുന്ന പതിര് പോലെ. ഈ നല്ലൊരു പഠനമാണ് ഈ ആത്മസ്നാനവും അഗ്നിസ്നാനവും തമ്മിൽ ഇങ്ങനെ വേർതിരിച്ച് ചിന്തിക്കുന്നത്, പഠിക്കുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇന്ന് അഗ്നിസ്നാനത്തിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്.
രക്ഷിക്കപ്പെട്ടത്. പാടി ഉറഞ്ഞു തുള്ളി ഇപ്പോൾ തന്നെ അത് വേണമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് അറിയായ്മയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ അല്പമെങ്കിലും പരിജ്ഞാനമുള്ളവർ അതൊരിക്കലും ആഗ്രഹിക്കുകയില്ല. അത് തീയാണ്, തീ കൊണ്ട് ഉപ്പിടപ്പെടുന്നതാണ്, തീയിൽ തള്ളപ്പെടുന്നതാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും എവിടെ തള്ളപ്പെടും? തീ പൊയ്കയിൽ തള്ളപ്പെടും. അതാണ് ആ പറയുന്നത്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അത് അവിശ്വാസികളായ മുഴുവൻ പാപികൾക്കായിട്ടും ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ക്രമത്തിൽ അങ്ങനെ ഒരു സ്നാനമുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചതാണ്. അത്യാവശ്യം ഓർത്തിരിക്കേണ്ട ഒരു സ്നാനം. അപ്പോൾ അഗ്നി സ്നാനം. 5ാമത്തെ സ്നാനമാണ് നമ്മുടെ പഠന വിഷയം. എന്തോ അതിനിങ്ങനെ പറയാം, ക്രിസ്തീയ സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം എന്ന് പറയാം. അതെവിടെയാണ് പറയുന്നത്? അത് ഒരുപാടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിനി വായിച്ച് കേൾക്കാൻ പോവുക. അതിൻ്റെ ഒരു കുറിവാക്യം വേണമെങ്കിൽ മർക്കോസ് 16:15. മർക്കോസ് 16:15 മനപ്പാഠം ആർക്കെങ്കിലും അറിയാമോ? മർക്കോസ് 16:15. പറഞ്ഞോ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവിടെ പറയുന്ന ആ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ വാക്യമാണ് വിശ്വാസ സ്നാനത്തിൻ്റെ ആധാരമായ ഒരു വാക്യം. അതിനെ ക്രിസ്തീയ സ്നാനമെന്നും പറയാം. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഈ സ്നാനത്തിൻ്റെ പ്രാധാന്യം, ഏത് സ്നാനത്തിൻ്റെ? ഈ ക്രിസ്തീയ സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതാണ് നമ്മൾ ഇനി ആദ്യമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത്. ക്രിസ്തീയ സ്നാനത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നലെ നമ്മൾ രക്ഷയുടെ പ്രാധാന്യം കേട്ടതുപോലെ നമുക്കിത് കേൾക്കാം. പെട്ടെന്ന് വായിക്കണം. ഇന്നലെ ഓർപ്പിച്ചതുപോലെ വായിക്കാൻ തിറമുള്ള പലരും ഇവിടെ ഉണ്ട്. അവർക്കൊരു അവസരം കർത്താവ് തന്നിരിക്കുന്നു, പ്രയോജനപ്പെടുത്തുക. 1 ലൂക്കോസ് 7:30 വായിച്ച്. ലൂക്കോസ് 7:30. ലൂക്കോസ് 7:30. ലൂക്കോസ് 7:30 തന്നെയാണ് വായിക്കുന്നത്. വൃഥാവാക്കി കളഞ്ഞു. ഇതാണ് ഈ സ്നാനത്തിൻ്റെ പ്രാധാന്യത്തിൽ ഞാൻ ആദ്യം പറയുന്നത്. ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ്. ഈ സ്നാനം എന്ന് പറയുന്നത് ആരുടെ ആലോചനയാണ്? ദൈവത്തിൻ്റെ ആലോചന. ഏതെങ്കിലും ഒരു സഭാപിതാവിൻ്റെ ആലോചനയല്ല, ഒരു നേതാവിൻ്റെ ആലോചനയല്ല, ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ ആലോചനയല്ല. ആ വാക്കുകൾ ഒന്ന് മനസ്സിലാക്കിക്കോ. ദൈവത്തിൻ്റെ ആലോചന. അപ്പോൾ അത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് ഓർത്തോ. എന്നിട്ട് നമ്മുടെ മലയാള പരിഭാഷയിൽ അവിടെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ആ ആലോചന സ്വീകരിക്കാത്തവർ അതിനെ വൃഥാവാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ തമിഴ് വേദപുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു ആശയം കൂടെ അതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. തങ്ങൾക്ക് കേടുണ്ടാക அதை തള്ളിവിട്ടാറുകൾ എന്ന് പറഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചു, വൃഥാവാക്കി കളഞ്ഞു. എങ്ങനെ വൃഥാവാക്കി? തങ്ങൾക്ക് ദോഷം വരുമാറ് എന്ത് ചെയ്തു? വൃഥാവാക്കി. ദൈവത്തിൻ്റെ ആലോചനയാണ്. അതിനെ നിഷേധിക്കുന്നത്, അതിനെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ടും ദോഷം തന്നെയാണ്. ആട്ടെ, അപ്പോൾ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനയാണ്. അതുകൊണ്ട് അത് വളരെ പ്രാധാന്യമായ ഒരു വിഷയം തന്നെയാണ്. പ്രാധാന്യത്തിൻ്റെ അടുത്തൊരു ഭാഗം, ഇത് യേശുക്രിസ്തു സ്വീകരിച്ച്, യേശുക്രിസ്തു ആ സ്നാനം സ്വീകരിച്ച് നമുക്ക് മാതൃക കാണിച്ചു. അതുകൊണ്ട് അത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. മനസ്സിലായോ? യേശു കർത്താവ് തന്നെ സ്നാനപ്പെട്ട് എനിക്കും നിങ്ങൾക്കും ഒരു ദൃഷ്ടാന്തം വെച്ചേച്ചു പോയി, ഒരു മാതൃക വെച്ചേച്ചു പോയി. അതുമാത്രമല്ല, യേശുക്രിസ്തു സ്നാനപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മൾ സ്നാനപ്പെടണമെന്ന് അവസാനമായി യേശുക്രിസ്തു എന്തും കൂടെ ചെയ്തു? കൽപ്പിക്കുകയും കൂടെ ചെയ്തു. മത്തായി അതറിയാവുന്ന വാക്യമായതുകൊണ്ട് എടുത്ത് വായിപ്പിക്കുന്നില്ല, സമയത്തിൻ്റെ ലാഭത്തിന് വേണ്ടി. മത്തായി 28:18 മുതലുള്ള വാക്യത്തിൽ കാണുന്നു. ഞാൻ ഈ പറയുന്നത് അതിൻ്റെ ഓർഡറിലൊന്ന് മനസ്സിൽ വെച്ചോണേ, കേട്ടോ. 1, ദൈവത്തിൻ്റെ ആലോചനയാണ്. 2, യേശുക്രിസ്തു ഈ സ്നാനം സ്വീകരിച്ചു. അതുമാത്രമല്ല, യേശുക്രിസ്തു മറ്റുള്ളവർ സ്നാനപ്പെടണമെന്ന് എന്തും കൂടെ ചെയ്തു? കൽപ്പിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുക. മാത്രമല്ല, അപ്പോസ്തലന്മാർ പിന്നെ എന്ത് ചെയ്തു? സ്നാനപ്പെടുവാനായിട്ട് കൽപ്പിക്കുവാനും പ്രസംഗിക്കുവാനും ഉപദേശിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ സുവിശേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഒരു ദൈവിക ആലോചനയാണ് എന്തോന്ന്? സ്നാനം.
രണ്ടാമത്തെ കാര്യം, ഈ ലേഖനങ്ങളിൽ സ്നാനത്തെക്കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ലേഖനങ്ങളിൽ സ്നാനത്തെക്കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാ? ഒന്ന് റോമർ 6-ാം അധ്യായത്തിൽ, ഗലാത്യർ 3-ാം അധ്യായത്തിൽ, കൊലോസ്യർ 2-ാം അധ്യായത്തിൽ, 1 പത്രോസ് 3-ാം അധ്യായത്തിൽ. റോമർ 6, ഗലാത്യർ 3, കൊലോസ്യർ 2, 1 പത്രോസ് 3. ഈ ഭാഗങ്ങളിലെല്ലാം സ്നാനത്തെക്കുറിച്ചുള്ള അർത്ഥം പറയുന്നുണ്ട്. സ്നാനത്തിൻ്റെ വിശദീകരണവും അതിൻ്റെ അർത്ഥവും പറയുന്നുണ്ട്. അപ്പോൾ സ്നാനത്തിന് പ്രാധാന്യം ഏറുന്നു. മറ്റൊരു കാര്യം, യോഹന്നാൻ 1:33 വാക്യം വായിച്ചാട്ടെ. യോഹന്നാൻ 1:33 വാക്യം നോക്ക്. യോഹന്നാൻ 1:33. എങ്കിലും വെള്ളത്തിൽ, ആ വാക്ക് അങ്ങനെ വായിച്ചങ്ങ് വിട്ടുകളയല്ലേ, ശ്രദ്ധിച്ചോ. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ച, ഇത് ആരെ അയച്ച കാര്യങ്ങളാണ് പറയുന്നത്? ആരെ അയച്ച കാര്യം? ആരെ അയച്ച കാര്യമാണത്? ദൈവം ആരെ അയച്ചു? സ്നാപക യോഹന്നാനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. മനസ്സിലായോ? എന്തിനാ അയച്ചത്? വ്യക്തമായിട്ട് അവിടെ പറയുക, വെള്ളത്തിൽ. അപ്പോൾ നോക്കണം, യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി ഈ ലോകത്തിലേക്ക് വന്ന സ്നാപക യോഹന്നാൻ്റെ വരവിൻ്റെ പരമമായ ഉദ്ദേശ്യം തന്നെ അവിടെ പറയുകയാണ്. ഇതിന് വേണ്ടിയിട്ട് എന്നെ അയച്ചു. ആട്ടെ, യേശുക്രിസ്തുവിനെ ഉലകത്തിലേക്ക് അയച്ചത് എന്തിനാ? ഇന്നലെ നമ്മൾ പലവട്ടം അത് ആവർത്തിച്ച് പറഞ്ഞു. ക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ട് ഉലകത്തിലേക്ക് വന്നു. യോഹന്നാൻ സ്നാപകനോ നോക്കിക്കേ, ആളുകളെ മാനസാന്തരത്തിനായിട്ട് സ്നാനപ്പെടുത്തുവാനായിട്ട് വന്നു എന്ന് പറയാം. ഇത് ഓർക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. യോഹന്നാൻ മുമ്പേ, ക്രിസ്തു പിമ്പേ. യോഹന്നാൻ സ്നാനവും മാനസാന്തരവും സ്നാനവും ക്രിസ്തു വിശ്വാസവും അതിൻ്റെ ഫലമായിട്ടുള്ള രക്ഷയുമാണ്. ആ ഒരു ഓർഡറിലാണ് ഈ രണ്ടുപേരെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സ്നാനപ്പെടുത്തുവാനായിട്ട് ഉലകത്തിലേക്ക് യോഹന്നാൻ സ്നാപകനെ അയച്ചു എന്നുള്ളത് സ്നാനത്തിൻ്റെ പ്രാധാന്യതയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ സ്നാനത്തിൻ്റെ പ്രാധാന്യത ഇത്രയും ഭാഗങ്ങളിലൂടെ ഞാൻ പറഞ്ഞു വിടുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്നാനത്തിൻ്റെ ആവശ്യകത. ചില ആളുകൾ പറഞ്ഞ് ഒരുപക്ഷെ ചിലരെ ധരിച്ചു വച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്നതിന് സ്നാനം അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന്. ഒരിക്കലുമല്ല. ഇവിടെ സ്നാനപ്പെടാനായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുക, എന്തിനാ നമ്മൾ സ്നാനപ്പെടുന്നത്? എന്തിനാ സ്നാനപ്പെടുന്നത്? അല്ലിപ്പെട്ടവരും പറഞ്ഞു, എന്തിനാ നമ്മൾ സ്നാനപ്പെടുന്നത്? നമ്മൾ സ്നാനപ്പെടുന്നത് എന്തിനാണ്? സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ചിന്തിക്കുന്നത് നല്ലതല്ലേ? എന്തിനാ സ്നാനപ്പെടുന്നത്? അതെ, രക്ഷിക്കപ്പെടുന്നത് എന്തിനാ? രക്ഷിക്കപ്പെടുന്നത് എന്തിനാ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വല്ല അബദ്ധവും വന്നു കഴിഞ്ഞാലോ? അല്ലയോ? ഒരു കുഴപ്പമില്ല, അല്ല, ഫ്രീ ആയിട്ടിരുന്നോ. എന്തിനാ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? നമ്മുടെ ഇന്നലെ എത്രയോ വട്ടം പലപ്പോഴും നമ്മളിത് കേട്ടതാ അല്ലേ? നമ്മുടെ മേലുള്ള പാപത്തിൻ്റെ ശിക്ഷ നീങ്ങിക്കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അതുമൂലം നമ്മുടെ അനുഗ്രഹത്തിൽ ഒന്നാണ് നമ്മൾ നിത്യരാജ്യത്തിൽ ചേരുന്നു. ഇന്നലെ കേട്ടു, നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ, പാപം മോചിച്ച് കിട്ടുവാൻ. കേട്ടില്ലയോ? അപ്പൊ സ്നാനപ്പെടുന്നത് എന്തിനാ? സ്നാനപ്പെടുന്നത് എന്തിനാ? അതുപോലെ സ്വർഗത്തിൽ പോകുന്നതിനാണോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആണോ? അല്ല. സ്നാനപ്പെടുന്നത് സ്വർഗത്തിൽ പോകുവാനല്ല. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്നാനപ്പെടണം എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, അങ്ങനെ ധരിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ സ്നാനം എന്തൊന്നായിരിക്കുന്നുവോ അതിൽ നിന്ന് വ്യതിയാനപ്പെടുത്തുന്ന രീതിയിലുള്ള ദുർവ്യാഖ്യാനം ആ വിഷയത്തോട് ബന്ധപ്പെട്ടുണ്ട്. ഇനി ചിലരെങ്കിലും സ്നാനം രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന ചില വേദഭാഗങ്ങളുണ്ട്. അങ്ങനെ ആയതുകൊണ്ടല്ല, ചില വാക്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട്, തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ്. അങ്ങനെ ചിന്തിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്ന 3 വാക്യങ്ങൾ ആരംഭത്തിലൊന്ന് നമുക്ക് നോക്കാം. അതൊന്നും വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം, അതിനുള്ള സമയമില്ലല്ലോ. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ ഓക്കെ
അല്ല ക്ഷമിക്കണം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. മർക്കോസ് 16-ന്റെ 16-ാമത്തെ വാക്യം നോക്കിക്കേ. ഇവിടെ ഈ ആദ്യത്തെ ഭാഗമാണ് ചിലർ ഇന്നും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. വിശ്വസിക്കുകയും പിന്നെ എന്തെയും വേണം? സ്നാനം. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് എന്താ? നീ രക്ഷിക്കപ്പെടുവാനായി എന്ത് ചെയ്താൽ മതി? വിശ്വസിച്ചാൽ മതി. പക്ഷെ വാക്യത്തിൽ എന്ത് പറയുന്നു? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നതിനെ ശരിക്കും മനസ്സിലാക്കാതെ അപ്പോൾ രക്ഷയ്ക്ക് സ്നാനം കൂടെ എന്തായിരിക്കുന്നു? ആവശ്യമായിരിക്കുന്നു. ഇല്ല, രക്ഷയ്ക്ക് സ്നാനം ആവശ്യമില്ല, രക്ഷയ്ക്ക് വിശ്വാസം മാത്രം മതി എന്ന ആ വാക്യത്തിൻ്റെ അടുത്ത വരിയിൽ തന്നെ ഉണ്ട്. ആദ്യം പറയുന്നത് വിശ്വസിക്കുകയും പിന്നെ സ്നാനം ഏൽക്കുകയും ചെയ്യണം. അടുത്ത് പറയുന്നത് കണ്ടോ? വിശ്വസിക്കാത്തവൻ എന്ത് ചെയ്യപ്പെടും? ശിക്ഷിക്കപ്പെടും. അപ്പോൾ സ്നാനം രക്ഷയ്ക്ക് ആവശ്യമാണെങ്കിൽ അടുത്ത് പറയുമ്പോഴും ആ ഓർഡറിൽ തന്നെ പറയുമായിരുന്നു. രക്ഷയ്ക്ക് സ്നാനം ആവശ്യമായ ഒരു ഘടകമായിരുന്നെങ്കിൽ അടുത്ത വരിയിൽ പറയുമ്പോഴും ആ കണക്കിൽ ആ ക്രമത്തിൽ പറയുമായിരുന്നു. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യാതിരിക്കുന്നവൻ എന്ത് ചെയ്യും? ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി വിശ്വാസം മാത്രം മതി രക്ഷയ്ക്ക് എന്നുള്ളതിന് പിന്നീട് സ്നാനപ്പെട്ടവരൊക്കെ വിശ്വസിക്കുകയായിരുന്നു എന്ന് പിന്നീടുള്ള ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. വഴിക്ക് നമുക്കത് കേൾക്കാം. അപ്പം അതുകൊണ്ട് ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ആരെങ്കിലും രക്ഷയ്ക്ക് സ്നാനം കൂടെ ആവശ്യമാണെന്ന് ധരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടും, അത് വേറെ കാര്യം. സ്നാനം കൂടെ വിശ്വാസത്തിന് അല്ലെങ്കിൽ രക്ഷയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണെന്ന് മിഥ്യാധാരണയിൽ വച്ചിരിക്കല്ലേ എന്ന് ഓർപ്പിക്കുക. രണ്ടാമത് ഇതുപോലെ തെറ്റിദ്ധരിച്ച് വച്ചിരിക്കുന്ന ഒരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യമാണ്. യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. ഇവിടുത്തെ വെള്ളമാണ് പ്രശ്നം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും പിന്നെ ആത്മാവിനാലും. അപ്പം അവിടെ പറയുന്ന വെള്ളം എന്ന് പറയുന്നതിന് ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? സ്നാനം. വെള്ളം. ഈ ശിഷ്യന്മാർ ഒരിക്കൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞു പരീശന്മാരുടെ പുളിച്ച മാവ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് വിചാരിച്ചെന്നറിയാമോ? അപ്പം കൊണ്ടുവരാഞ്ഞിട്ടാണ്. ആ മാവെന്ന് കേൾക്കുമ്പോൾ അപ്പമെന്ന് ധരിക്കുന്നത് പോലെ വെള്ളമെന്ന് കേൾക്കുന്നതെല്ലാം സ്നാനമാണ് എന്ന് ധരിക്കുന്നത് ശരിയല്ല. ഇവിടെ ഇവിടെ നിക്കോദോമസിനോട് കർത്താവ് പറയുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് പറയുന്നത് ആ വെള്ളത്തെ സ്നാനമായിട്ട് ധരിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ സ്നാനത്താൽ വീണ്ടും ജനനമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വെള്ളത്താൽ വീണ്ടും ജനനം എങ്ങനെ? സ്നാനത്താലല്ല, പിന്നെ എങ്ങനെ? വെള്ളത്താൽ. വെള്ളമെന്ന് കേട്ടതുകൊണ്ട് സ്നാനമെന്ന് നാം ധരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ പറയുന്ന വെള്ളം, വേദപുസ്തകത്തിൽ വെള്ളത്തെ പല തലങ്ങളിൽ പല അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്വീകാര്യവും വളരെ വിശ്വസനീയമായ യോഗ്യമായ പശ്ചാത്തലത്തിന് അനുയോജ്യമായ ഒരു ഭാഗമെന്ന് പറയുന്നത് ദൈവവചനമാകുന്ന വെള്ളം. വാക്യങ്ങൾ എടുത്ത് വിശദീകരിച്ചാൽ നമ്മൾ ഇവിടെ തന്നെ അധികം നിൽക്കേണ്ടി വരും. ഇത്രയും ഓർത്തോ, ഇവിടെ പറയുന്നത് വചനമാകുന്ന വെള്ളം. അപ്പോൾ ദൈവവചനത്താലും ഇന്നലെ നമ്മൾ കേട്ടതാ വചനമെന്ന വെള്ളത്താലുള്ള കഴുകൽ. ആ കഴുകൽ എന്ന പ്രക്രിയയാണ്, വചനത്താലുള്ള ശുദ്ധീകരണത്തെയാണ് അവിടെ നമ്മൾ കാണുന്നത്. ആട്ടെ, 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-ാമത്തെ വാക്യം തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. തീത്തോസ് 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ച്. പുനർജനന സ്നാനം കൊണ്ടും. ഇന്നലെ ഈ വാക്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ച് പലവട്ടം മറിച്ചും തിരിച്ചും കേട്ട ഒരു വാക്യമാണ്. അതായത് ഒരാൾ രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ ദൈവം നമ്മെ രക്ഷിച്ചത് എങ്ങനെയാണ് എങ്ങനെയല്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഉപാധിയായിട്ട് പറയുന്ന ഒന്നാണ് എന്തുവാ? പുനർജനന സ്നാനം കൊണ്ടും. ഇവിടെ ഈ സ്നാനം എന്ന് പറയുന്ന വാക്കാണ് പലരെയും കുഴയ്ക്കുന്നത്. ഇവിടെ
ഈ ഭാഷ, അതായത് മൂലഭാഷ നന്നായി പഠിച്ചിട്ടുള്ള, ഭാഷയിൽ ജ്ഞാനമുള്ള പണ്ഡിതന്മാർ പറയുന്നത് സ്നാനം എന്ന പദത്തിന് മൂലഭാഷയിൽ ബാപ്റ്റിസ്മ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്, സ്നാനത്തിന്, മുഴുകലുന്നതിന്. പക്ഷെ ഇവിടെ ബാപ്റ്റിസ്മ എന്ന പദമല്ല മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, കഴുകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അത് പപ്തിസ്മോസ് എന്ന വാക്കാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സ്നാനം എന്ന പദമാണ് പലരെയും അത് സ്നാനവെള്ളമാണ് എന്ന് ധരിക്കാൻ ചിന്തിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാഷയിൽ പ്രാവീണ്യമുള്ള, മൂലഭാഷ പരിജ്ഞാനമുള്ള ദൈവദാസന്മാർ ആ ഭാഷ നന്നായി പഠിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, അത് കഴുകലാണ്. അതിനൊക്കെ തെളിവായിട്ട് ഇന്നലെ നമ്മൾ ഒത്തിരി ചിന്തിച്ചതുകൊണ്ട് ആവർത്തനം വരാതിരിക്കാൻ വിടുകയാണ്. അപ്പോൾ രക്ഷയ്ക്ക് സ്നാനം എന്തല്ല, ഒരു ഘടകമല്ല, അനിവാര്യമായ ഒന്നല്ല. ഇത് പറയുമ്പോൾ ഓർത്തോ, രക്ഷിക്കപ്പെട്ട ആൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എന്ത് ചെയ്യും? സ്നാനപ്പെടും. അതിന് തർക്കമൊന്നുമില്ല. ആ ആൾ അതിന് വിധേയപ്പെടും. അത് രക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ കുറച്ച് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്നാനത്തിന് ഈ 3 വാക്യങ്ങളും തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യം. അപ്പോൾ ഒരു സംശയം, പിന്നെ എങ്ങനെയാണ് വീണ്ടും ജനനം? വീണ്ടും ജനനം സ്നാനത്താലല്ല, വീണ്ടും ജനനം രക്ഷയ്ക്ക് സ്നാനം ആവശ്യമല്ല എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്? 5 വാക്യങ്ങൾ നമുക്ക് നോക്കാം. വീണ്ടും ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? 1 യോഹന്നാൻ്റെ സുവിശേഷം 1:12 വാക്യം നോക്ക്. യോഹന്നാൻ 1:12 വാക്യം. അത് മനഃപ്പാഠവാക്യമല്ലയോ? യോഹന്നാൻ 1:12 എന്തുവാ? അവനെ കൈക്കൊണ്ട് അടുത്ത് ആ ആ ആ ദൈവത്തിൽ നിന്നത്ര, അത് 13 വാക്യമാണല്ലയോ? ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിൽ നിന്നുമുള്ള ഒരു പ്രക്രിയയാണ്. ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അത് വിവരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പറ്റത്തില്ല, അത് വിടുന്നു. അപ്പൊ ദൈവത്തിൽ നിന്നത്രേ അല്ലാതെ വെള്ളത്തിൽ നിന്നല്ല ജനിക്കുന്നത്, സ്നാനത്താലല്ല ജനിക്കുന്നത്, ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. രണ്ടാമത്തെ വാക്യമെന്ന് പറയുന്നത് 1 പത്രോസ് 1:23. 1 പത്രോസ് 1:23 എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത് നോക്കാം. 1 പത്രോസ് 1:23 വായിച്ചേ. ദൈവവചനത്താൽ തന്നെ. അപ്പൊ ആദ്യം വായിച്ചത് ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. ഇവിടെ പറയുന്നത് ദൈവ വചനത്താൽ ജനിക്കുന്നു. ആട്ടെ. 3 1 കൊരിന്ത്യർ 4:15. 1 കൊരിന്ത്യർ 4:15. അത് തന്നെ. എങ്ങനെ ജനിപ്പിച്ചു? സുവിശേഷത്താൽ. കണ്ടോ പറയുന്ന വാക്ക് കണ്ടോ? സുവിശേഷത്താൽ. ഇനി പോകാം നമുക്ക് മുമ്പോട്ട്. റോമർ 10:9. അത് മനഃപ്പാഠവാക്യമല്ലേ? യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എന്ന് ഹൃദയം കൊണ്ട്. അപ്പം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നത്? ഇവിടെ എങ്ങനെയാ പറയുന്നത്? വിശ്വാസത്താൽ. അപ്പോൾ ഓർഡർ മനസ്സിലാക്കിയോ? യോഹന്നാൻ 1:13 ദൈവത്താൽ. അത് കഴിഞ്ഞിട്ട് 1 പത്രോസ് 1:23 ദൈവ വചനത്താൽ. 1 കൊരിന്ത്യർ 4:15 സുവിശേഷത്താൽ. അടുത്ത് റോമർ 10:9 വിശ്വാസത്താൽ. ഇനി ഒരെണ്ണം കൂടി, എബേസ്യർ 2:8. എബേസ്യർ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പൊ എങ്ങനെയാണ് കൃപയാൽ? ഈ 5 വാക്യങ്ങളിലും പറയുന്നത് നോക്കിക്ക്. ഇവിടെ എങ്ങും വെള്ളത്തിനും സ്നാനത്തിനും ഒരു സൂചന പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമുക്ക് ആ ഭാഗം അങ്ങനെ വിടാമോ? മനസ്സിലായോ? അടുത്ത ഭാഗത്തേക്ക് കടക്കാമല്ലോ. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് വിഷയത്തിലേക്കൊന്നും എത്തിയില്ല. നമ്മൾ സ്നാനത്തിൻ്റെ പ്രാധാന്യം ഓർത്തു. പിന്നെ സ്നാനം രക്ഷയ്ക്ക് അനിവാര്യമായ ഒരു ഘടകമല്ല എന്ന് നമ്മൾ കേട്ടു. വീണ്ടും ജനനം നടക്കുന്നത് സ്നാനത്താലല്ല എന്നുള്ളതിന് 5 വാക്യങ്ങൾ ഇവിടെ നമ്മൾ കേട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളും കേട്ടു. അപ്പോൾ ഒരു സംഭവം, അങ്ങനെയെങ്കിൽ ഈ രക്ഷയ്ക്ക് സ്നാനം ആവശ്യമായിരുന്നുവെങ്കിൽ ഈ പഴയ നിയമത്തിലുള്ള ഭക്തന്മാരൊക്കെ എന്തായേനെ? അല്ലേ?
പഴയ നിയമം മുതലുള്ള ഈ സ്നാനപ്പെടാത്ത ആളുകളൊക്കെ എന്താ, ഒരാൾ പറയുക സടിക്കുക, സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോകൂ എന്ന് തീർത്ത് സടിച്ചു പറഞ്ഞാൽ ഈ സ്നാനപ്പെടാത്ത എത്രയോ ഭക്തശിരോമണികളുണ്ട്. ഉദാഹരണം, പഴയ നിയമത്തിൽ എന്തില്ല ഈ പറഞ്ഞ വിധത്തിലുള്ള സ്നാനമില്ല. അപ്പോൾ പഴയ നിയമത്തിലെ ഭക്തന്മാരോ നോക്കിക്കേ, ഹാബേൽ മുതൽ ഇങ്ങോട്ടുള്ള ഈ ഭക്തന്മാർ സ്നാനത്തിലൂടെ അല്ലല്ലോ സ്വർഗത്തിൽ വരുന്നത്. അതുമാത്രമല്ല, ക്രിസ്തു ഒരു മനുഷ്യരെയും സ്നാനപ്പെടുത്തിയതായിട്ട് രേഖയില്ല. യോഹന്നാന്റെ സുവിശേഷം എടുത്തോ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യം. കേട്ടു. അതങ്ങനെ അറിഞ്ഞപ്പോൾ, പക്ഷെ അതിനകത്തെടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാരല്ലാതെ യേശു ആരെയും സ്നാനപ്പെടുത്തിയില്ല. ഈ ഒരാൾ സ്വർഗത്തിൽ പോകാനുള്ള അതിപ്രധാനമായ ഘടകമാണ് സ്നാനമെങ്കിൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തു എന്ത് ചെയ്യണമായിരുന്നു? സ്നാനപ്പെടുത്തണമായിരുന്നു. അതെന്താ ഞാൻ അങ്ങനെ പറയുന്നത്? യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാ? പാപികളെ രക്ഷിപ്പാൻ. എന്നിട്ട് എന്താ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നത് സ്നാനത്തിലൂടെയാണെങ്കിൽ ആളുകളെ സ്നാനപ്പെടുത്താത്തത് എന്താ? കർത്താവിൻ്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ അത് ചെയ്തു. യേശു ആരെയും സ്നാനപ്പെടുത്തിയില്ല. അതൊരു പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ടതായ ഒരു പോയിന്റ് തന്നെയാണ്. മറ്റൊരു കാര്യം നമുക്കെല്ലാം അറിയാം. ക്രൂസിലെ കള്ളൻ അനുദപിച്ചല്ലോ, മാനസാന്തരപ്പെട്ടല്ലോ. അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. അവനോട് കർത്താവ് സ്നാനപ്പെടാൻ പറഞ്ഞു. സ്വർഗത്തിൽ പോകുവാൻ ഒരു പ്രധാന ഘടകം സ്നാനമാണെങ്കിൽ അത് പറഞ്ഞില്ല. അപ്പോൾ അവൻ ദൈവരാജ്യത്തിൽ കടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ട്. അപ്പോൾ സ്നാനമായിരുന്നെങ്കിൽ അവന് പോകാൻ പറ്റത്തില്ല. പക്ഷേ അവൻ സ്നാനപ്പെട്ടില്ല. അവൻ നിത്യരാജ്യത്തിൻ്റെ അവകാശിയാണെന്നുള്ള വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. മറ്റൊരു കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 16:31 നോക്ക്. അപ്പോസ്തല പ്രവൃത്തികൾ 16:31 വാക്യം. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ചോദ്യം. എന്താ ഉത്തരം പറഞ്ഞേ? സ്നാനം അതിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ അത് പറയേണ്ട ഏറ്റവും പറ്റിയതായ, അതിന് യോജിച്ച ഒരു സമയമാണ് ഇത്. അപ്പോൾ എന്ത് പറയണമായിരുന്നു? നീ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം, എന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. അന്നല്ല പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം, അടുത്ത് വരാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 16-17 വാക്യം നോക്ക്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 16-17 വാക്യം. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ വാക്കുകൾ കണ്ടോ? എന്നെ ദൈവം ഉലകത്തിലേക്ക് അയച്ചത്, ഞാൻ വന്നത് എന്ത് ചെയ്യാനല്ല, സ്നാനം കഴിപ്പിപ്പാനല്ല. ഈ സ്നാന ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് എന്തോ വലിയ സംഭവമായിട്ടൊക്കെ സംഭവമാണ്. ഞാനൊരു ശുശ്രൂഷയെ എന്താ പറയുക, നിസാരവൽക്കരിച്ച് പറയുന്നത് ധരിക്കരുത്. പൗലോസ് സ്നാനപ്പെടുത്തുന്നതാണ് മുഖ്യമായ ഒരു കാര്യമായി ചിന്തിച്ചുവെങ്കിൽ അതിന് മാത്രമേ അദ്ദേഹത്തിന് സമയം കാണത്തുള്ളൂ. പൗലോസ് പറയുക, സ്നാനപ്പെടുത്തിയില്ല എന്ന് വരാതിരിക്കേണ്ടതിന് ഞാൻ 1-2 പേരെ സ്നാനപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് എന്ത് ചെയ്യുവാനാ? സുവിശേഷം അറിയിക്കുവാനാണ്. സുവിശേഷത്തിലൂടെയാണ് ആളുകൾ വീണ്ടും ജനിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുന്നത്. എന്നാൽ ഞാൻ ആരെയും സ്നാനപ്പെടുത്തിയില്ല എന്ന് വരാതിരിക്കേണ്ടതിന് ഞാൻ 2-3 പേരെ സ്നാനപ്പെടുത്തി എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. വീണ്ടും ജനനത്തിന് സ്നാനമല്ല അതിപ്രധാനമായ ഘടകം എന്നുള്ളതിന് ഒരു പ്രബലമായ ആശയം നമുക്കിവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ ധാരാളം വാക്യങ്ങൾ നമുക്ക് ആ ബന്ധത്തിൽ മനസ്സിലാക്കാം. ഇനി സ്നാനം വീണ്ടും ജനനത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ്, രക്ഷയ്ക്ക് ആവശ്യമായ ഒരു വസ്തുതയായിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉപദേശത്തെ മറിച്ചു പറയേണ്ടി വരും. എന്തുവാ? കൃപയാലല്ല രക്ഷ, പിന്നെ എന്തുവാ? പ്രവൃത്തിയാലാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്കൊരു ചിന്ത വന്നു. അപ്പോൾ പിന്നെ സ്നാനത്തിൻ്റെ അബദ്ധം പറ്റിപ്പോയി. വെറുതെ ഞാൻ കഷ്ടപ്പെട്ട് എന്ത് ത്യാഗം സഹിച്ച്, എന്ത് ഉപദ്രവം സഹിച്ച്, അപമാനമേറ്റ് അന്ന് സ്നാനപ്പെടേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത് സ്നാനം
സ്വർഗത്തിൽ പോകാനുള്ളതോ അല്ലെങ്കിൽ രക്ഷയ്ക്ക് ആവശ്യമായ ഒരു കാര്യമല്ല എന്നല്ലേ പറയുന്നത്. എന്നാൽ ആ കാര്യത്തിൽ വീണ്ടും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറയുന്നു, എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്യും? സ്നാനപ്പെടണം. പിന്നെ അതെന്താണ് സ്നാനം? എന്താണ് സ്നാനം? എന്തിനാണ്? നോക്കിക്കോ. അതിന് പല കാരണങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ഇത് കർത്താവിൻ്റെ കൽപ്പനയായിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. കർത്താവിൻ്റെ കൽപ്പനയാണിത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ആ പ്രസംഗിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. അത് ചെയ്യുക തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ കർത്താവിനെ ഉണ്മയായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന കൽപ്പന. നോക്കിക്കോ, 1-2 വാക്യങ്ങൾ നമുക്കറിയാവുന്ന ആ ഒരു കാര്യമാണ് എന്ന് വരികിലും പഠനത്തോടുള്ള ബന്ധത്തിലൊന്ന് ഓർപ്പിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം നോക്ക്. യോഹന്നാൻ 14-ന്റെ-21-ാമത്തെ വാക്യം. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് അവിടുത്തെ കൽപ്പന അനുസരിക്കുക. എന്തിനാ നീ സ്നാനപ്പെടുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ അത് എന്നോടുള്ള കർത്താവിൻ്റെ കൽപ്പന, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. വാക്യങ്ങൾ വേറെ ഒരുപാട് പറവാനുണ്ട്, അർദ്യം എടുത്ത് പറയുന്നില്ല. ഒരു വാക്യം ധാരാളം മതിയായതായ ഒരു കാര്യമാണ്. ഇനി കർത്താവിൻ്റെ കൽപ്പനകളൊന്നും നമുക്ക് വലിയ ഭാരമുള്ളതുമല്ല. നമ്മൾ വായിക്കുന്നില്ല. 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. 1 യോഹന്നാൻ 5-ന്റെ-3-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 5-ന്റെ-3-ാമത്തെ വാക്യം. ദൈവത്തോട് അവനെ സ്നേഹിക്കുന്നവൻ അവൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? പ്രമാണിക്കും. ഇനി അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം. അവിടുത്തെ കൽപ്പന ഭാരമുള്ളതല്ല. വലിയ ചുമട് ചുമക്കാനൊന്നും കർത്താവ് നമ്മോട് പറയുന്നില്ല. വളരെ ലളിതമായ അവിടുത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രതിഫലമായ ഒരു കൽപ്പന എന്നുള്ള നിലയിൽ നാം ഇത് അനുസരിക്കണം. കൽപ്പന വഹിക്കുന്നവന് ദോഷമൊന്നും വരത്തില്ല സ്നാനപ്പെടുന്നത് കൊണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ച്. 8-ന്റെ 5-ാമത്തെ വാക്യം. സഭാപ്രസംഗി 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഒരു ദോഷവും വരത്തില്ല. സ്തോത്രം. ദൈവം അവനെ മാനിക്കും, ദൈവം അവനെ അനുഗ്രഹിക്കും. അതിൻ്റെ നിമിത്തം വരുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും വിടിവിപ്പാൻ കരുത്തുള്ളവനായ ദൈവം. അതുകൊണ്ട് ആരെങ്കിലും അതിനുവേണ്ടി ഒന്ന് തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ എതിർപ്പുകളുടെ മധ്യേയും ഈ കൽപ്പന സ്വീകരിക്കുവാൻ വിധേയപ്പെട്ട് സമർപ്പിച്ചു കൊടുത്ത ഒരുപാട് പേരുണ്ട്. ദൈവം അവരെ മാനിച്ചിട്ടുണ്ട്, അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവർ ലജ്ജിച്ചു പോയിട്ടില്ല. അവർ സമൂഹത്തിൽ ഇന്നും വളരെ തന്മയത്വത്തോടുകൂടെ തലനിമിർന്ന് നിൽക്കുവാൻ ദൈവം അവരെ ബലപ്പെടുത്തി കൽപ്പന ദോഷമായിട്ട് നമുക്ക് ഭവിക്കുകയില്ല. അവിടുത്തെ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ ഈ സ്നാനം മാത്രമല്ല, ഏതൊരു വിഷയവും നമ്മൾ നിവർത്തിക്കേണ്ടത് കർത്താവോടുള്ള സ്നേഹത്തിലായിരിക്കണം. സ്നാനത്തിൻ്റെ ബന്ധത്തിലല്ലെങ്കിലും ഈ കർത്താവിന് കൊടുക്കുന്ന വിഷയം പറയുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ വിഷയത്തിൽ ചിന്തിക്കാൻ വളരെ അനുയോജ്യമായ ഒരു വചനമാണ്. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നോക്ക്. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. പിന്നെ എന്ത് കാര്യം? ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് കൊടുക്കൽ വിഷയമാണ് അവിടെ പറയുന്നതെങ്കിലും ഏത് വിഷയമായാലും ഈ പ്രമാണത്തിൽ വേണം ചെയ്യുവാൻ. ഒന്ന് പാട്ട് പാടുന്നുവെങ്കിൽ സങ്കടത്തോടോ നിർബന്ധത്താലോ അല്ല. ദൈവത്തെ ആരാധിക്കുന്നത് സങ്കടത്തോടും നിർബന്ധത്താലുമല്ല. സുവിശേഷ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നത് സങ്കടത്താലും നിർബന്ധത്താലുമല്ല. ഏതൊരു ആത്മീയ കാര്യങ്ങളും നിർബന്ധത്താലും സങ്കടത്താലുമല്ല. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? കർത്താവോടുള്ള സ്നേഹത്തിൽ. പൗലോസ് പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ എന്ത് ചെയ്യുന്നു? നിർബന്ധിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഛേദവികാരത്തിൽ നാം ചെയ്യണം. അതുകൊണ്ട് സ്നാനപ്പെടുന്നത് എനിക്ക് കർത്താവോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്.
അവിടുത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് അവിടുത്തെ കൽപ്പനയെ ഞാൻ എന്ത് ചെയ്യുന്നു അനുസരിക്കുന്നു. മനസ്സിലായി? രണ്ടാമത്, എന്താണ് സ്നാനം? എന്തിനാണ് നമ്മൾ സ്നാനപ്പെടുന്നത്? വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണ് സ്നാനം. എന്തിൻ്റെ അടയാളമാണ്? വിശ്വസിക്കുന്നതിൻ്റെ അടയാളമാണ് സ്നാനം. നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും വരാം. മുമ്പ് വായിച്ചല്ലോ, മർക്കോസ് 16:15 വിശ്വസിക്കുകയും എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? ശരിക്കും കർത്താവിൽ ഒരാൾ വിശ്വസിച്ച് കഴിയുമ്പോൾ ആ വിശ്വസിക്കുന്ന വ്യക്തി അതോട് ചേർത്ത് അതിൻ്റെ അടയാളമായിട്ട് എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്നു. ഇങ്ങനെ പറയാൻ കാരണം, വേദപുസ്തകത്തിൽ ആരംഭകാലത്ത് അപ്പോസ്തലന്മാരുടെ കാലത്ത് വിശ്വസിച്ചവരായ ആളുകളെല്ലാം അവരുടെ വിശ്വാസം എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോൾ തന്നെ അവർ വിശ്വസിച്ചതിൻ്റെ അടയാളമായിട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്തിരുന്നു? സ്നാനപ്പെട്ടിരുന്നു. ഇപ്പോഴങ്ങനെയല്ല സംഭവം. ഇപ്പോൾ ഒരാൾ 10 വയസ്സിൽ രക്ഷിക്കപ്പെട്ടു എന്ന് വെച്ചോ, അപ്പോൾ തന്നെ സ്നാനപ്പെടുന്നില്ല. നമ്മൾ കുറച്ച് കാലത്തിൻ്റെ കാലദൈർഘ്യം കൊടുക്കുന്നു, ഒന്ന് മനസ്സിലാക്കുന്നു, ഇത് ശരിയായ ഒരു ഏറ്റുപറച്ചിലാണോ, ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ, പാപസംബന്ധമായിട്ട് മരിച്ചതാണോ എന്നൊക്കെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു നിരീക്ഷണ കാലം. അത് തെറ്റാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അത് ആവശ്യമായിരിക്കുന്നു. അത് ഞാൻ പിന്നീട് അവസരം ഉണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിച്ചോളാം. പക്ഷെ അന്ന് അങ്ങനെയല്ല. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ഒരു അവസരം അന്ന് കൊടുത്തിരുന്നില്ല. രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന വ്യക്തി അപ്പോൾ തന്നെ ആ ആൾ അങ്ങ് സ്നാനപ്പെടുകയാണ്. അങ്ങനെ സ്നാനപ്പെട്ട 9 സംഭവങ്ങൾ 10 സ്ഥലത്തായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലുണ്ട്. എങ്ങനെയുള്ളത്? വിശ്വസിച്ചയാൾ വിശ്വസിച്ചതിൻ്റെ അടയാളമായി എപ്പോൾ എവിടെ വെച്ച് വിശ്വസിക്കുന്നുവോ അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സ്നാനം എന്തിന്? സ്നാനം വിശ്വസിക്കുന്നതിൻ്റെ അടയാളം. വിശ്വസിച്ചപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഏറ്റെടുത്തതായ ആ കാര്യം സമൂഹത്തിൻ്റെ മുമ്പാകെ ഞാൻ പ്രകടമാക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പാകെ പരസ്യമായിട്ട്, അവരുടെയും കൂടെ അറിവിനായിട്ട്, പരസ്യ സാക്ഷ്യമായിട്ട് ഞാൻ അത് വെളിപ്പെടുത്തുന്നു. അതാണ് സ്നാനം. വായിച്ചു നോക്കാം, ആ സംഭവങ്ങളൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കാം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തികൾ 2:37 മുതലുള്ള വാക്യം. അത് മുഴുവനും വായിക്കണമെന്നില്ല. അതിൻ്റെ നമ്മൾ നേരത്തെ വായിച്ചല്ലോ 41-ാമത്തെ വാക്യം, അത് വായിച്ചാലും മതി. കണ്ടോ? സ്നാനമേറ്റു. എന്തായിരുന്നു വാക്കെന്നൊക്കെ അതിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട്. അവൻ ഈ വാക്കുകളെ പത്രോസ് പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടവർ അപ്പോൾ തന്നെ ഹൃദയത്തിൽ കുത്തപ്പെട്ടവരായി ഇങ്ങോട്ട് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പറയാണ്, നിങ്ങൾ സ്നാനപ്പെടുക. ആ വാക്ക് കേട്ട ഉടനെ അവർ സ്നാനപ്പെട്ടു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടു. അപ്പോൾ തന്നെ ആ സംഭവം അന്നത്തെ ദിവസം തന്നെ അവർ അത് ചെയ്തു. അപ്പോൾ അന്ന് എത്രത്തോളം പേരാണ് അങ്ങനെ ചെയ്തത്? എത്രത്തോളം പേരാണ്? 3000-ഓളം പേര്. കണ്ടോ? അതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രബലമായ ഒരു തെളിവ്. 8-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാമത്തെ സംഭവം 8-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം. 8-ാം അധ്യായം 12-13 വാക്യം. ശിമോനും അവനും എന്ത് ചെയ്തു? സ്നാനമേറ്റു, വിശ്വസിച്ചു. ആ ഓർഡർ കണ്ടോ? 2-ാം അധ്യായത്തിൽ വാക്ക് കൈക്കൊണ്ടവർ അതോ വിശ്വസിച്ചവർ സ്നാനമേറ്റു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വരുന്നു, സമരിയിൽ വരുന്നു. സമരിയിലുള്ളവരും പലരും വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. അവിടെ വേറെ സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നില്ല, ഉടനെ അവർ സ്നാനപ്പെടുന്നു. 3-ാമത്തേതായിട്ട് 8-ാം അധ്യായം 36 മുതലുള്ള വാക്യം നോക്ക്. 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഇവിടെ 2 പേര്, മനസ്സിലായല്ലോ? ഇത് സംഭവം എല്ലാവർക്കും അറിയാവുന്ന, പരക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംഭവം. ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, മന്ത്രിയാണ്. അദ്ദേഹം യാത്രയിൽ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിലിപ്പോസ് ചെന്ന് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുവോ? അപ്പോൾ പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാകും? തിരിച്ചു പ്രതികരിക്കുന്നു. അങ്ങനെ വചനം പറഞ്ഞു മുമ്പോട്ട് പോകുമ്പോൾ തിരുവെഴുത്തിനെ ആധാരമാക്കിയുള്ള സുവിശേഷമാണ് ഫിലിപ്പോസ് ഈ ഷണ്ണനായ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ വണ്ടി ഓടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം വെള്ളമുള്ള ഒരു സ്ഥലം,
തടാകം, വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു. ഉടനെ ഫിലിപ്പോസ് അല്ല ഷണ്ണനോട് ചോദിക്കുന്നത്, ഇതാ വെള്ളമുണ്ട് നിനക്ക് സ്നാനപ്പെടാമോ എന്ന് അങ്ങോട്ടല്ല ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇതാ വെള്ളം കിടപ്പുണ്ടല്ലോ, എനിക്ക് സ്നാനപ്പെടാൻ വല്ല തടസ്സമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, തടസ്സമുണ്ട്. അതെന്നതാ? പൂർണ്ണ ഹൃദയത്തോടെ എന്താ വിശ്വസിക്കാമെങ്കിൽ ആകാം. ഞാൻ ഒരു വാക്ക് കൂടെ ചേർത്ത് പറയാം. സ്നാന വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് അവരുടെ വിശ്വാസത്തെ അവർ എന്ത് ചെയ്യുന്നത്? ഏറ്റുപറയും. ഇന്ന് നമ്മൾ അങ്ങനെയാ. ഞാൻ ഈ സ്നാനപ്പെടുത്തുന്ന സമയത്ത് സ്നാനപ്പെടുന്ന വ്യക്തിയെ ഇറക്കി നിർത്തിയിട്ട് അവർ നേരത്തെ രക്ഷിക്കപ്പെട്ടതാ. എന്നാലും നമ്മൾ ഒന്നുകൂടെ അവർ ഏറ്റെടുത്ത വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ചോദിക്കും. ചില കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഈ ക്രിസ്തുവിനെ നിന്റെ രക്ഷകനും കർത്താവുമായിട്ട് എന്താ വിശ്വസിച്ച് അംഗീകരിക്കുന്നുവോ? എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഇല്ല എന്നങ്ങനും പറഞ്ഞാൽ ഒരിക്കലും സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല. ഇതുപോലെ അന്ന് വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ ആ മനുഷ്യൻ പറയാണ്, ഞാൻ യേശു ക്രിസ്തുവാണ്, യേശു കർത്താവാണ് എന്ന് പൂർണ്ണ മനസ്സോടെ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഉടനെ അവൻ എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുത്തി. അപ്പൊ അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്, വിശ്വാസത്തിന്റെ അടയാളമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തോന്ന്? സ്നാനം. മനസ്സിലാകുന്നു? തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയാകാതിരിക്കട്ടെ. അപ്പോൾ ഇത് അപ്പോസ്തല പ്രവൃത്തികളിൽ എത്രാമത്തെ സംഭവമാണ്? 3-ാമത്തെ. വേഗം നമുക്ക് പോകാം. 9-ാം അധ്യായത്തിലേക്ക് വരാം. 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 17-18 വാക്യം. പതിനെട്ടാമത്തെ വാക്യം വായിക്കാം. 18. ഉടനെ അവന്റെ ശരി. അവൻ എഴുന്നേറ്റ് ഇത് ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് പൗലോസിന്റെ അഥവാ സൗൽ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മാനസാന്തരവും സ്നാനവും കണ്ടു. അവൻ രക്ഷിക്കപ്പെട്ട അപ്പോൾ തന്നെ അവൻ സ്നാനപ്പെടുക. വേറൊരു കാര്യം കൂടി പറയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും വിശ്വസിച്ച അപ്പോൾ സ്നാനപ്പെട്ടു എന്നാണ്. പക്ഷെ ഒരാൾ മാത്രം അല്പം താമസിച്ച് സ്നാനപ്പെട്ടു. അറിയാവുന്നവർ പറ. ആരാ? ഒരാൾ മാത്രം അല്പം താമസിച്ച് സ്നാനപ്പെട്ടെന്ന്. ആരാ? അത് തന്നെ. എത്ര ദിവസം കഴിഞ്ഞാന്നറിയാമോ? 3 ദിവസം കഴിഞ്ഞു. അയ്യോ, അതാണ് താമസം. രക്ഷിക്കപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞ് സ്നാനപ്പെട്ടു. ആ കാലഘട്ടത്തെ രീതി വെച്ച് പറഞ്ഞാൽ അതാണ് താമസിച്ച് സ്നാനപ്പെട്ടത്. നമ്മുടെ രീതിയിൽ പറഞ്ഞാലോ അത് എത്രയും പെട്ടെന്നാണ്, തിടുക്കത്തിലുള്ള സ്നാനമെന്ന് പറയും. ആ 3 ദിവസം പൗലോസ് മാത്രമാണ്. ബാക്കി എല്ലാവരും അപ്പോൾ കാലത്ത് രക്ഷിക്കപ്പെടുന്നവൻ കാലത്ത് സ്നാനപ്പെടുന്നു, ഉച്ചയ്ക്ക് രക്ഷിക്കപ്പെടുന്നവൻ ഉച്ചയ്ക്ക് സ്നാനപ്പെടുന്നു, വഴിയിൽ രക്ഷിക്കപ്പെടുന്നവൻ വഴിയിൽ സ്നാനപ്പെടുന്നു, എവിടെ വെച്ച് രക്ഷിക്കപ്പെടുന്നു അവിടെ വെച്ച് സ്നാനപ്പെടുന്നു. കാരണം ഇത് രണ്ടും തമ്മിൽ പിരിക്കാനാവാത്ത ഒരു ബന്ധമായിട്ട് കിടക്കുക. വിശ്വാസം വന്ന ആള് അത് പരസ്യമായിട്ട് സ്നാനത്തിലൂടെ, വിശ്വാസം വന്നയാള് പരസ്യമായിട്ട് സ്നാനത്തിലൂടെ ലോകത്തോട് പറയുക, ഞാനിതാ പാപസംബന്ധമായി മരിച്ചു, ഇതാ ഞാൻ എൻ്റെ കർത്താവായി എന്നെ നിയന്ത്രിക്കുന്നവനായി ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണ്. മനസ്സിലാകുന്നു? ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആട്ടെ, അപ്പോൾ അത് 4 സംഭവമായി. 4-ാമത്തെ സംഭവമായി. അടുത്ത 5 വേഗം പോകാം. 10-ാം അധ്യായം 34 മുതൽ 48 വരെ വായിക്കണം. പക്ഷേ അത്രയും സമയമെടുത്ത് വായിപ്പാൻ ഇപ്പോൾ പറ്റത്തില്ല. അതിൻ്റെ പ്രസക്തമായ ഭാഗം വായിക്കുക. ഈ പറഞ്ഞ ഓർഡറിൽ തന്നെയാണ് അവിടെയും പറയുന്നത്. 48-ാമത്തെ വാക്യം, പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ പറഞ്ഞു. ആരെ? കൊർന്നെല്യോസിൻ്റെ വീട്ടിലുള്ളവരെ. കൊർന്നെല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് എന്ന ദൈവദാസൻ വന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. ആ പ്രസംഗം കേട്ട് കൊർന്നെല്യോസും കുടുംബവും എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്നു. ഉടനെ അവരെന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്നു. അപ്പോൾ ഇതാണ് അടുത്ത 5-ാമത്തെ സംഭവം. 16-ാം അധ്യായം 13 മുതലുള്ള വാക്യം നോക്ക്. 16-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യം.
അവളും കുടുംബവും എന്ത് ചെയ്തു? അവിടെ ഹൃദയം തുറന്നു എന്ന് പറയുന്നത് ഒരു 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 പ്രത്യേക ആലങ്കാരിക പ്രയോഗമാണ്. അവൾ വിശ്വസിച്ചു. എവിടെ വെച്ച്? ആറിൻ്റെ കരയിൽ വെച്ച്. അപ്പോൾ തന്നെ ഉടനെ അവൾ എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് സ്നാനപ്പെട്ടു. കണ്ടോ എന്തൊരു ഭംഗിയാ അതിൻ്റെ രീതിയിൽ. അപ്പോൾ ലുദിയും കൂട്ടരും അവിടെ വെച്ച് സ്നാനപ്പെടുന്നു. അടുത്ത സംഭവത്തിലേക്ക് വരാം. നമുക്കിതൊന്നും വിവരിക്കാൻ പറ്റുന്നില്ല. അടുത്ത് 18-ാം അധ്യായത്തിലേക്ക് വരാം. 7-ാമത്തെ സംഭവം, 18-ാം അധ്യായം 8-ാമത്തെ വാക്യം അല്ലെ? 7-ാമത്തെ ഇപ്പം നമ്മൾ വായിച്ചത് 16-ന്റെ 13. ഇനി 7-ാമത്തത് 16-ന്റെ 33, 34 വാക്യം. അതേ അധ്യായം തന്നെ, 33, 34 വാക്യം. ഓ താമസിയാതെ എന്ന് പറഞ്ഞാലേ നേരത്തെ പറഞ്ഞ പോലെ കുറെ മാസങ്ങളും വർഷങ്ങളും ഒന്നും ആയതല്ല. ആ രാത്രിയിൽ തന്നെ അവർ സ്നാനപ്പെടുകയാണ്. ഇത് കാരാഗ്രഹ പ്രമാണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു. അവിടെ വെച്ച് അത് സ്നാനപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് 18-ാം അധ്യായം 8-ാമത് 18-ന്റെ 8 വായിച്ച്. 18-ന്റെ 8. ഓ വിശ്വസിച്ചു സ്നാനമേറ്റു. ഇനി 9-ാമത്തെ സംഭവം 19-ാം അധ്യായത്തിലേക്ക് വരാം. 19-ാം അധ്യായം 4-5 വാക്യം. നമുക്ക് ആ ഭാഗത്തോട് വിടാം തൽക്കാലം. അവർ സ്നാനമേറ്റു. ഇതാരാ സ്നാനപ്പെടുന്നത്? എഫെസോസിലുള്ള കുറേ ആളുകൾ. ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർത്തങ്ങ് പെട്ടെന്ന് പറയാം. ഈ എഫെസോസിലുള്ള ഈ ആളുകൾ ഇപ്പോൾ നിലവിൽ 2-ാമത്തെ സ്നാനമാണ് സ്വീകരിക്കുന്നത്. എത്രാമത്തെ സ്നാനം? എത്ര സ്നാനമാണ് നമുക്ക് വേണ്ടത്? എത്ര പ്രാവശ്യം സ്നാനപ്പെടണം? പറ. ഒരു പ്രാവശ്യം സ്നാനം 1. ഈ ഭാഗം വായിച്ചാൽ ഇവർ ഇപ്പോൾ സ്വീകരിക്കുന്നത് 2-ാമത്തെ സ്നാനം. ഇവർ നേരത്തെ ഒരു സ്നാനം ഏറ്റിരുന്നു. അത് ആരുടെ സ്നാനമാണെന്നറിയാമോ? യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനം ഏറ്റിരുന്നു. അവര് ഇപ്പൊ പൗലോസ് വന്ന് സുവിശേഷം പറഞ്ഞ് ശരിക്കും വിശ്വാസം വന്നപ്പോൾ 2-ാമതും എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്നു. പൊതുവെ ഒരു പറച്ചിൽ നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ 2 പ്രാവശ്യം എന്ത് ചെയ്യത്തില്ല. ഞാൻ 2 പ്രാവശ്യം സ്നാനപ്പെട്ട ആളാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നാനപ്പെടുത്തിയതാണ്. പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സുവിശേഷം കേട്ട് വിശ്വാസം വന്ന ആളായി പിന്നെ തീരുന്നത്. 2-ാമത് ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ച ആളുകളോട് യോഹന്നാൻ അന്ന് പറഞ്ഞത് തന്നെ എങ്ങനെയാണ്? ഇതിരിക്കട്ടെ, ഈ സ്നാനം എങ്ങനെ ഇരിക്കട്ടെ, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്ന, അവനിൽ എന്ത് ചെയ്യണം? അവനിൽ വിശ്വസിക്കണം. അവനിൽ വിശ്വസിക്കുന്ന വ്യക്തി ആ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. യോഹന്നാന്റെ ശിഷ്യന്മാർ ആ സ്നാനം സ്വീകരിച്ചിരുന്നവരാ പണ്ടത്തെ. പിന്നെ യേശുക്രിസ്തു വന്നു, ക്രൂസിൽ മരിച്ചു, രക്ഷ ഒരുക്കി എന്നുള്ള സംഭവം അവർ ഇതുവരെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസ് അവിടെ ചെന്ന് അവരോട് സുവിശേഷം പറയുന്നത്. അപ്പോൾ പൗലോസ് പറയുക, യോഹന്നാൻ പറഞ്ഞല്ലോ അന്നേ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണമെന്ന്. അങ്ങനെ അവർ വിശ്വസിച്ച ശേഷം അവർ എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എത്ര സ്നാനം പെട്ടാലും അത് ഒരു വിഷയമായിട്ട്, ഒരു കാര്യമായിട്ട് ഇരിക്കുന്നില്ല. ദൈവം അത് അംഗീകരിക്കുന്നില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 5 വട്ടം സ്നാനപ്പെട്ടാലും ആ വ്യക്തി രക്ഷിക്കപ്പെട്ട ശേഷം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? സ്നാനപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ 9 സ്നാനം, 9 സ്ഥലത്ത് നടന്ന സ്നാനം, 10 2 പറയുന്നത് പൗലോസിൻ്റെ സ്നാനം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടുവോ, എപ്പോൾ വിശ്വസിച്ചുവോ, അപ്പോൾ അവർ സ്നാനപ്പെട്ടു. അപ്പോൾ സ്നാനം എന്താണ്? വിശ്വാസത്തിൻ്റെ അടയാളം. അല്പം വിശദമായിട്ട് തന്നെ ഇത് ഞാൻ ഓർപ്പിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അടയാളമായിട്ട് സ്നാനം സ്വീകരിച്ചേ പറ്റൂ. ആ വിശ്വാസവും ഇന്നത്തെ വിശ്വാസവും നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ അല്പസമയം നീട്ടി ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങളുണ്ട്.
അന്നുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരാൾ എടുത്തെടുക്കുന്ന വിശ്വാസം 100% നമുക്ക് നമ്പാം. അവൻ വിശ്വസിക്കുന്നത് പിന്നെ ജീവിക്കാനല്ല, അവൻ ഈ വിശ്വാസം ഏറ്റെടുക്കുന്നത് അതിലൂടെ അവൻ അങ്ങ് എന്ത് ചെയ്യുക, മരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്യം 1 കൊരിന്ത്യർ 12:3 പറയുന്നത്. നോക്കിക്കേ, 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നോക്ക്. 12:3. ആകയാൽ ദൈവാത്മാവിനാൽ അല്ലാതെ യേശുവിനെ ശപിക്കപ്പെട്ടവൻ, ഒന്നുകൂടെ വായിച്ച വാക്യം. എന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശു കർത്താവ് എന്ന് കഴിയില്ലേ? കഴിയില്ലേ? പരിശുദ്ധാത്മാവിലല്ലാതെ കഴിയില്ലേ? എത്രയോ മദ്യപാനികൾ പറയുന്നു, എത്രയോ പേർ അല്ലാതെ പരിഹസിച്ച് പറയുന്നു. ആ പറച്ചിലല്ലല്ലോ ഇവിടെ പറയുന്നത്. അതിൻ്റെ സത്യസന്ധമായ നിലയിൽ ഒരുവൻ പരസ്യമായിട്ട് നിയമപരമായിട്ട് ലോകത്തിൻ്റെ മുമ്പാകെ ഞാൻ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുന്നു എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ആ പറയുന്നവന് പിന്നെ അധിക ആയുസ് ഭൂമിയിൽ ജീവിപ്പാനായിട്ട് പറ്റുകയില്ല. അവനെ കൊന്നുകളയും. മരണമാണേലും അതിനെ പുലുകുന്നതിന്, അതിനെ സ്വീകരിക്കുന്നതിന് അവൻ തയ്യാറാകുന്നുണ്ട്. ഇന്നത്തെ വിശ്വാസമൊന്നും നമുക്ക് അങ്ങനെ ഏറ്റെടുക്കാനായിട്ട് കഴിയത്തില്ല, അങ്ങനെ പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഓരോ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട ശേഷം അവരുടെ രക്ഷയെ ഒന്നുകൂടെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, പരിശോധിക്കാൻ, ഒന്ന് വ്യക്തത വരുത്താൻ, ഉറപ്പ് വരുത്തുവാൻ, അവർ പാപസംബന്ധമായി മരിച്ചവരെന്ന് അവർക്കും അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സഭയ്ക്കും സമൂഹത്തിനൊക്കെ ഒന്ന് ബോധ്യം വരട്ടെ എന്ന് ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല സ്നാനപ്പെട്ടത് കൊണ്ട് ഒരാൾ നന്നാകുകയുമില്ല, അത് വേറൊരു കാര്യം. സ്നാനപ്പെട്ടതുകൊണ്ട് ഒരു മനുഷ്യനും നന്നാകത്തില്ല. ഞാൻ പലയിടത്തും പറയുന്ന ഒരു സംഭവം പറയാം. ഈ മദുരയിൽ സ്നാനപ്പെടുത്തുമ്പോൾ മിക്കവാറും പേര് ആഗ്രഹിക്കുന്നത് ചെറിയ സ്നാനപ്പെടുത്തണമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായമേറി വരുന്ന സമയത്ത് പച്ചവെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സ്നാനപ്പെടാനായിട്ട് സ്നാനത്തൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്നാനത്തൊട്ടിക്കകത്ത് ഹീറ്ററിട്ട് വെള്ളത്തെ ഒരല്പം എന്ത് ചെയ്യുമെന്നറിയാമോ, ഒന്ന് ആ തണുപ്പ് മാറ്റി ചൂടാക്കിയ ശേഷം അതിലിറക്കിയാണ് സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെയുള്ള പിള്ളേരൊക്കെ സ്നാനപ്പെട്ട ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, ഒരു കുസൃതി കാണിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞ് കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, എടാ ഞങ്ങളെല്ലാം എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? പച്ചവെള്ളത്തിലാണ്. നിന്നെ എവിടെയാണ് സ്നാനപ്പെടുത്തിയേ? ചൂടുവെള്ളത്തിൽ. എന്നിട്ടും നീ ശരിയായില്ലല്ലോ. ഈ ചൂടുവെള്ളത്തിലല്ല, തിളപ്പിച്ച വെള്ളത്തിൽ മുക്കിയാലും ആരും എന്ത് ചെയ്യത്തില്ല, സ്നാനത്താൽ ഗുണപ്പെടുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും വന്നു കഴിഞ്ഞാൽ ആ ശരിക്കുമുള്ള പാപബോധവും രക്ഷാനിർണയവും വന്ന വ്യക്തി അതിൻ്റെ ഫലമായിട്ട് സ്നാനപ്പെടുന്നു. അല്ല സ്നാനപ്പെടുന്നതിലൂടെയല്ല ഒരാൾ എന്താകുന്നത്, ക്ലിയർ ആകുന്നത്. ഈ ഒരു വ്യക്തത വരുത്തണം. ചിലരൊക്കെ സഭയിൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതാണ്ടൊക്കെ ശരിയായി എന്ന് തോന്നുന്നു, ഇനി ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൂടെ ശരിയായിക്കോളും എന്താകുമ്പോൾ ഇല്ല, അങ്ങനെ ധരിക്കരുത്. അതുകൊണ്ട് ആ ഒരു ക്ലിയർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് ബോധ്യം വരുത്തി. 100% നമുക്ക് ഒന്നിലും തീർത്ത് പറയാൻ പറ്റത്തില്ല, എങ്കിലും സാമാന്യമായ നിലയിൽ ഒരു പാസ്ഡ് മാർക്ക് എന്ന് പറയും പോലെ ഒരു വ്യക്തത വരാൻ കാത്തിരിക്കുക. എന്നാൽ പെടുന്ന ആളിന് ഈ ഒരു ബോധ്യം വരണം, ഞാൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്ത ആളാണെന്നുള്ളത്. ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ്. ഈ സ്നാന രീതി, ഇന്നലെ നമ്മൾ ഈ രക്ഷയുടെ രീതി, രക്ഷിക്കപ്പെടുന്ന രീതി എന്നുള്ളത് കേട്ടല്ലോ. അതുപോലെ സ്നാനത്തിൻ്റെ രീതി എന്താണ്? സ്നാനത്തിൻ്റെ രീതി എന്തുവാ? തളിക്കലാണോ, മുഴുകലാണോ? വെള്ളം ശരീരത്തിൽ ഇങ്ങനെ കൊടയലാണോ, വെള്ളത്തിൽ മുഴുകലാണോ? ഏതാണ് ശരി? നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മുഴുകൽ മുതിർന്ന സ്നാനമാണോ ശരി, പിന്നെ ശിശു സ്നാനമാണോ ശരി? അതുപോലെ തളിക്കലാണോ ശരി, മുഴുകലാണോ ശരി? ഏതാ ശരി? വേദപുസ്തകത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാൾ മുഴുകൽ സ്നാനം സ്വീകരിക്കുക എന്നത് തന്നെയാണ് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു സത്യം. ഒരുപാട് തെളിവുകൾ തിരുവെഴുത്തിലുണ്ട്. നമ്മളൊക്കെ അത് സ്വീകരിച്ച് പോരുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? വചനത്തിൽ അത് സംബന്ധിച്ച് എന്താണ് ഉള്ളത്? ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ന്റെ 38-ാമത്തെ വാക്യം വായിച്ചേ. വെള്ളത്തിൽ
ഇറങ്ങി. ഇനി 39-ാമത്തെ വാക്യത്തിൽ എന്ത് പറയുന്നു? വെള്ളത്തിൽ നിന്ന് കയറി. ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി, അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. അടുത്ത് പറയുന്നത് വെള്ളത്തിൽ നിന്ന്. അപ്പോൾ ബൈബിളിൽ നടന്നിട്ടുള്ള സ്നാനം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനപ്പെടുത്തുന്നതാണ്. അതിന് ഒരു തടസ്സവുമില്ല. മറ്റൊരു അഭിപ്രായം അതിനകത്ത് പറയാൻ ആർക്കും അവകാശമില്ല. വചനം ക്ലിയറായിട്ട് പറയുന്നതാണ്. തളിക്കൽ സ്നാനമായിരുന്നെങ്കിൽ വെള്ളം ആ വണ്ടിയിൽ തന്നെ ഉണ്ടായിരിക്കും. തളിക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ടല്ലോ, ഒരു 1/4 കപ്പ് വെള്ളം പോരെ തലയിൽ തളിക്കാനായിട്ട്. ഇത് സ്നാനപ്പെടുന്ന വ്യക്തിയും സ്നാനപ്പെടുത്തുന്ന വ്യക്തിയും ഒരുപോലെ വെള്ളത്തിൽ ഇറങ്ങിയ ശേഷം വെള്ളത്തിൽ നിന്ന് കയറി എന്നും കൂടി അവിടെ പറയുക. അപ്പോൾ ആ വസ്തുത വളരെ വ്യക്തമാക്കുക, വിശദീകരിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3:23 വാക്യം നോക്ക്. യോഹന്നാൻ 3:23 വാക്യം. അവിടെ എന്തുവാ പറയുന്നത്? ആ വാക്ക് കണ്ടോ? അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് തമിഴ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചുകൂടെ വളരെ അർത്ഥവ്യാപ്തിയോടുകൂടിയാണ്. ആ തമിഴ് ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? തണ്ണീർ മികുതിയായിരുന്ന പടിയിനാൽ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം വളരെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? വളരെ വെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരാള് മുങ്ങുന്ന വിധത്തിൽ, മുക്കിയാൽ ഒരാളിനെ മുക്കാവുന്ന വിധത്തിലുള്ള വെള്ളം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? സ്നാനപ്പെടുത്തിയത്. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സ്നാനം തളിക്കലല്ല, പിന്നെ സ്നാനം മുഴുകലാണെന്ന മനോഹരമായ സത്യം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുക. അതുമാത്രമല്ല, യോഹന്നാൻ 1:33 വാക്യം നോക്ക്. യോഹന്നാൻ 1:33 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1:33 വാക്യം. ആ വാക്ക് കണ്ടോ? അതിനകത്തൊരു ചെറിയ ഒരു സത്യം മറഞ്ഞു കിടക്കുക. വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്, പിന്നെ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? വെള്ളത്തിൽ സ്നാനപ്പെടുത്തണം, അല്ല വെള്ളത്താൽ സ്നാനപ്പെടുത്തുക. ആശയം മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഴുവൻ സ്നാനത്തിന്റെ വ്യക്തമായ ഒരു അടയാളം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇതൊക്കെ വ്യക്തമായ അക്ഷരികമായ പ്രാഥമികമായ ഒരു വാക്യത്തിൽ നിന്ന് കിട്ടുന്ന അർത്ഥമാണ്. ഇനി സ്നാനത്തിന്റെ അർത്ഥം പറയുന്ന ഭാഗം റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പിന്നെ പുനരുത്ഥാനത്തോടും എന്ത് ചെയ്യുന്നതാണ് സ്നാനം? ഈ പറഞ്ഞത് ഓർത്തോണേ, പ്രത്യേകിച്ച് ഇളയ മക്കൾ ഓർത്തോ. സ്നാനത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും യേശുക്രിസ്തുവിൻ്റെ അടക്കത്തോടും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടും ഞാൻ എന്ത് ചെയ്യുന്നു? ഏകീഭവിക്കുന്നു, ലയിക്കുന്നു. അതാണ് സ്നാനത്തിൻ്റെ അർത്ഥം. അപ്പൊ ആ അർത്ഥം മുഴുവൻ സ്നാനമാണെങ്കിലേ ഈ പറഞ്ഞ വിധത്തിൽ എന്ത് ചെയ്യുള്ളൂ? അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. മനസ്സിലായോ? ഒരു ബോഡിയെ നമ്മൾ കുഴിയിൽ ഇറക്കി വയ്ക്കുമ്പോൾ അടിയിൽ 2 വശങ്ങളിലും മുകളിലും മണ്ണിട്ട് നമ്മൾ അടക്കുന്നത് പോലെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വശങ്ങളിൽ വെള്ളം, മുകളിൽ വെള്ളം, താഴെ വെള്ളം, അങ്ങനെ വെള്ളത്തിൽ മുഴുകുകയാണ്. അങ്ങനെ ആ മരണം, അടക്കം, പുനരുത്ഥാനത്തോട് നമ്മൾ ചേരുകയാണ്, ഏകീഭവിച്ച്. ക്രിസ്തു പാപസംബന്ധമായി മരിച്ചതുപോലെ ഞാനും പാപസംബന്ധമായി മരിക്കുന്നു. ക്രിസ്തു അതിനുശേഷം അടക്കം ചെയ്യപ്പെട്ടതുപോലെ ഞാൻ വെള്ളത്തിൽ മുഴുകുന്നു. പിന്നീട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് പുറത്തു വരുന്നു എന്ന മനോഹരമായ ആത്മീയ പാഠം നമുക്ക് തരുന്നത് ഈ രീതിയിലുള്ള സ്നാനത്തിലൂടെയാണ്. മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ സ്നാനം എന്താണ് എന്ന് മനസ്സിലായ ശരിയായ വിശ്വാസത്തിൻ്റെ അടയാളവും അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ മുഴുവൻ സ്നാനം ആണ് വചനം അനുസരിക്കുന്ന രീതിയിലുള്ള ശരിയായ സ്നാനം. ഞാൻ ഇനി ചുരുക്കം 2-3 മിനിറ്റുകളുണ്ട്, ഒരു ഭാഗം കൂടി പറയാം. സ്നാനപ്പെട്ട വ്യക്തി, അത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. എന്ത് ചെയ്യണം? സ്നാനപ്പെട്ടവർ ചെയ്യേണ്ട നിരവധി സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു കുറിപ്പ് മാത്രം പറഞ്ഞതാ ക്ലാസ് നടത്താൻ പോവുകയാണ്. എന്ത് ചെയ്യണം? അന്ന് സ്നാനപ്പെട്ടവർ എന്ത് ചെയ്തുവോ അത് തന്നെയാണ് നാം ഇന്ന് ചെയ്യേണ്ടത് എന്ന് ആദിമകാലങ്ങളിൽ സ്നാനപ്പെട്ട ആദിമ ഭക്തന്മാർ എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവൃത്തികൾ 2:41 വാക്യം വായിച്ച്. അപ്പോസ്തല പ്രവൃത്തികൾ 2:41. മതി, എനിക്ക് ആ ഒരു വാക്ക് മാത്രം മതി.
ആ സ്നാനപ്പെട്ട അത്രയും പേർ നേരത്തെ സ്നാനപ്പെട്ട് വേർപെട്ട് നിൽക്കുന്ന ആളുകളോട് അത് മതി. അല്ലാതെ സ്നാനപ്പെട്ട് മാറിപ്പോകുകയല്ല. എനിക്ക് സ്നാനപ്പെടണമെന്നൊരു പൂതി ഉണ്ടായി, ഒരു തോന്നൽ വന്ന് ഞാൻ അങ്ങ് സ്നാനപ്പെട്ടു, ഇനി ഇല്ല. ദയവ് ചെയ്ത് അങ്ങനെ സ്നാനപ്പെടരുത്. സ്നാനപ്പെടുന്ന വ്യക്തി അതുപോലെയുള്ള കൂട്ടരോട്, നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരു സ്ഥലം സഭയോട് എന്ത് ചെയ്യണം? ചേർന്ന് അവരോട് ചേർന്ന് നിൽക്കണം. ഈ നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തികളിൽ 9 സംഭവങ്ങളും ഇതെല്ലാം അതുപോലെയാണ്. സ്നാനപ്പെട്ടവരെല്ലാം പിന്നീട് അതാത് സഭകളോട് ഒരു സംഭവം പറയാം. പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ സ്നാനപ്പെട്ട ശേഷം എന്ത് ചെയ്തു? യെരുശലേമിലെ സഭയോട് ചേരുവാൻ ശ്രമിച്ചു. അവൻ ഒരു സഭയോട് ചേരുവാൻ പരമാവധി ആഗ്രഹിക്കുന്നു, ചേർന്ന് നിൽക്കുന്നു. അന്ത്യോക്യ സഭയോട് അദ്ദേഹം ചേർന്ന് നിന്നു, യെരുശലേമിലെ സഭയോട് ചേർന്ന് നിന്നു, എഫെസോസിലുള്ളവർ അവിടെയുള്ള സഭയോട് ചേർന്ന് നിന്നു, ഗലാത്യയിലുള്ളവർ അവിടെയുള്ള സഭയോട് ചേർന്ന് നിന്നു, എഫെസോസിൽ ഓരോ സ്ഥലങ്ങളിലുള്ളവർ അതാത് സഭകളോട് ചേർന്ന് നിന്നു. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി സഭാ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നിന്നു. ദൈവം നമുക്കതിന് കൃപ തരട്ടെ. ഈ ക്ലാസ്സുകൾ, ഈ വാക്കുകൾ അതിനൊരു സഹായകരമായി തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിച്ചതിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഇവിടെ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം കൈക്കൊള്ളാം. കരുണാസമ്പന്നനും നീതിമാനും മഹാപരിശുദ്ധ